ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇപ്പൊ ഈ ജനുവരിയിൽ നമ്മുടെ UGC നെറ്റിന്റെ എക്സാം കഴിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ അതിലെ ജനറൽ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്ന മൊഡ്യൂളിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മളൊരു എക്സാമിന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. അത് ഏത് ഏരിയാസ് എന്നൊക്കെയാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത എക്സാമിന് ജൂണിലേക്ക് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നല്ല രീതിയിൽ എല്ലാ ടോപ്പിക്കും അതിന്റെ സിലബസ് അനുസരിച്ച് നമ്മൾ ആ എല്ലാം ഫുള്ള് നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു എക്സാമിലേക്ക് എഴുതാനായിട്ട് പോകാൻ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്നുള്ള ഏരിയയിൽ ഈ 2025 ജാനുവരിയിൽ നടന്ന എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if the arithmetic mean of x and 1 by x is k, then arithmetic mean of x square and 1 by x square. x and 1 by x ന്റെ arithmetic mean എന്ന് വെച്ചാൽ എന്താണ്? അത് സം എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് അല്ലെ? മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എത്ര ടേംസ് ഉണ്ടോ അതിനെ ആഡ് ചെയ്യുന്നു, എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ x പ്ലസ് 1 by x by 2, ഈ എക്സിന്റെയും 1 by x ന്റെയും മീൻ എന്ന് പറയുന്നത് k ആണെന്നാണ് തന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതിനെ ഇങ്ങനെ എഴുതാവല്ലോ, x പ്ലസ് 1 by x ഈക്വൽ ടു 2k. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീൻ ഓഫ് x സ്ക്വയർ പ്ലസ് x സ്ക്വയർ ആൻഡ് 1 by x സ്ക്വയർ. x സ്ക്വയറിന്റെയും 1 by x സ്ക്വയറിന്റെയും അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ ബൈ 2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് അതായത് x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ ആൻസറിനെ ബൈ 2 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? സോ ഇപ്പൊ തന്നിരിക്കുന്നത് എന്താ? x പ്ലസ് 1 by x ഈക്വൽ ടു 2x. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണിത്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അതേപോലെ ആ ഒരു അണി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. x പ്ലസ് 1 by x എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ x പ്ലസ് 1 by x-ന്റെ ഹോൾ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x സ്ക്വയർ പ്ലസ് ഇത് എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1 by x അല്ലെ? 1 by x സ്ക്വയർ പ്ലസ് 2ab അല്ലെ? 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 1 by x. ഈ എക്സും കട്ടായി പോവല്ലോ. അപ്പൊ എന്തായി? 2 മാത്രമായി അല്ലെ? സോ പ്ലസ് 2. നമുക്ക് വേണ്ടത് ഈ x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ അല്ലേ? അപ്പൊ ഈ x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ ഇവിടെ കിടക്കട്ടെ. ഈ 2 ഇപ്പുറത്ത് വരുമല്ലോ. പ്ലസ് 2 ഈക്വൽ ടു ഈ സൈഡ് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആകും അല്ലെ? സോ x പ്ലസ് 1 by x ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ? x പ്ലസ് 1 by x ന്റെ വാല്യൂ എന്താ തന്നേക്കുന്നത്? നമുക്ക് 2x എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2x അല്ല 2k. ഓക്കെ, സോ 2k ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ദാറ്റ് ഈസ് 4k സ്ക്വയർ മൈനസ് 2 എന്ന് കിട്ടി. x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ. നമുക്ക് വേണ്ടതോ x സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ ബൈ 2 അല്ലെ? അതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് വേണ്ടത്. സോ 4k സ്ക്വയർ മൈനസ് 2 ബൈ 2 എന്ന് വരും അല്ലെ? ഇനി അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ എന്ത് വരും? equal to 2k square minus 2 by 2, 1. That is 2k square minus 1. ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി. 2k square minus 1 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two numbers are in the ratio 5:6. If 8 is subtracted from each of the number, the ratio becomes 4:5. Find the two numbers. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 5:6 ആണ്. ആ നമ്പേഴ്സിൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ നമ്പേഴ്സ് എന്താകും? 4:5 ആകും. എങ്കിൽ ആ നമ്പേഴ്സ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താ? രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 5:6 എന്ന് പറയുമ്പോൾ നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ പറയാം? 5x 6x. നമ്മുടെ നമ്പർ ഇതാണ് അല്ലെ? 5x 6x. പിന്നെ എന്താ ചെയ്യുന്നത്? 8 സബ്ട്രാക്ട് ചെയ്യുന്നു ഓരോ നമ്പറിൽ നിന്ന് അല്ലെ? അപ്പൊ 5xൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 5x മൈനസ് 8 ആയി. അതേപോലെ 6x എന്ന നമ്പറിൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 6x മൈനസ് 8 ആയി. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം ഈ കിട്ടുന്ന രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതാണ് പുതിയ നമ്പർ. ഈ പുതിയ നമ്പേഴ്സിന്റെ റേഷ്യോ എന്താണ്? 4/5 ആണ്.
ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. സോ 5 into 5x minus 8 equal to 4 into 6x minus 8. സോൾവ് ചെയ്തേ. 5 into 5 25x minus 5 into 8 40 equal to 4 into 6x 24x minus 32. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലും ആക്കി. സോ 24x ഇവിടെ വരുമ്പോൾ 25x minus 24x will be ഈ 40 ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. 40 minus 32. ഓക്കെ, സോൾവ് ചെയ്താൽ x will be equal to 8. ഇപ്പൊ എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 5x എന്നും 6x എന്നും ആയിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ? സോ 5 into 8 40യും then 6 into 8 48. ഏതാ നമ്മുടെ നമ്പർ? 40യും 48. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇത് മിക്കപ്പോഴും ഈ റേഷ്യോയിലെ ക്വസ്റ്റ്യൻ മിക്ക വർഷങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഇപ്പൊ ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഇതങ്ങനെ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കുറച്ച് കാലമായിട്ടുള്ള വർഷങ്ങളിൽ നോക്കിയാൽ നമ്മളത് കാണുന്നില്ല അല്ലെ? ഇതിപ്പോ ഈ ഒരു വർഷം പുതിയത് ചോദിച്ചു. അപ്പൊ ഈ ഒരു ഏരിയയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student took 5 papers in an exam where the full marks were same for each paper. His mark in these papers were in proportion of 6:7:8:9:10. In all the papers together, he obtained 60% of mark of total. Then the number of papers in which he got more than 50% mark. ഒരു എക്സാമിന് ഒരു 5 പേപ്പർ ഉള്ള ഒരു എക്സാം, ഒരു സ്റ്റുഡന്റ് 5 പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു എക്സാമിന്. ഫുൾ മാർക്സ്, അതായത് ഓരോ പേപ്പറിനും സെയിം ആണ് മാർക്സ്. അതായത് നമുക്ക് പറയാം 100 മാർക്കിനാണ് ഒരു പേപ്പർ എങ്കിൽ ആ 5 സബ്ജക്റ്റിനും എന്താണ് 100 മാർക്സ് വെച്ചിട്ടുള്ള എക്സാം. ഹിസ് മാർക്സ് ഇൻ ദീസ് പേപ്പേഴ്സ്, ആ ഓരോ പേപ്പറിന് ആ സ്റ്റുഡന്റിന് കിട്ടിയ മാർക്കിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത് 6:7:8:9:10. എല്ലാ പേപ്പറും കൂടെ കൂട്ടി 60% ഓഫ് ടോട്ടൽ മാർക്കിന്റെ 60% മാർക്ക് ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ എത്ര പേപ്പറിനാണ് 50% മാർക്ക് കൂടുതൽ കിട്ടിയേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് ആ ഒരു മാക്സിമം മാർക്കും തന്നിട്ടില്ല, അത് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓരോ പേപ്പറിനും 100 മാർക്സ് വീതമുള്ള 5 എക്സാം ആണ്, അല്ലെങ്കിൽ 5 പേപ്പറാണ് നടന്നതെന്ന് വിചാരിക്കുക. 100 മാർക്സ് ഉള്ള 5 പേപ്പറിന്റെ എക്സാം ആണ് അവിടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും? 500 അല്ലെ? 5 പേപ്പറിനോട് ചേർത്ത് ടോട്ടൽ മാർക്ക് 500. ഇനി ഇവിടെ പറഞ്ഞ ഹി ഒബ്റ്റെയിൻ 60% ഓഫ് മാർക്ക് ഓഫ് ദ ടോട്ടൽ, ആ ടോട്ടലിന്റെ 60% ആ കുട്ടിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതെത്ര? 60% ഓഫ് 500 അല്ലെ? അപ്പൊ എത്ര വന്നു? 60/100 into 500 എത്ര വരും? 300 മാർക്സ് അല്ലെ? അപ്പൊ 500 മാർക്കിൽ, ടോട്ടൽ 500 മാർക്കിൽ ആ കുട്ടിക്ക് 300 മാർക്സ് കിട്ടി എന്നർത്ഥം. ഇനി ആ കുട്ടിക്ക് ആ 5 പേപ്പറിലും കിട്ടിയ മാർക്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് പേപ്പറിന് 6x മാർക്കാണ് കിട്ടിയത്, രണ്ടാമത്തെ പേപ്പറിന് 7x, മൂന്നാമത്തേത് 8x, 9x, 10x അല്ലെ? ഇങ്ങനല്ലേ കിട്ടിയത് മാർക്ക്? റേഷ്യോ നമ്മൾ അങ്ങനല്ലേ ചെയ്യുന്നത്? 6:7:8:9:10. അപ്പം ഫസ്റ്റ് പേപ്പറിന് 6x, 7x, 8x, 9x, 10x ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് അയാൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്കായ 300? 500 ആണ് എന്ന് പറഞ്ഞാൽ നമ്മളത് അസ്യൂം ചെയ്യുന്നതാണ്. ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പേപ്പറിന് 100 മാർക്സ് എന്ന് അസ്യൂം ചെയ്താൽ ടോട്ടൽ പേപ്പേഴ്സിന് 500 മാർക്സ്. ആ ടോട്ടൽ മാർക്സിന് 60% കിട്ടിയെന്ന് പറഞ്ഞു. സോ 300 ആണ് ആ മാർക്ക്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് വരും? 300 ആയിരിക്കും അല്ലെ? സോ ഈക്വൽ ടു 300. അപ്പൊ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് വരും? എക്സ് കിട്ടത്തില്ലേ? നോക്കിയേ, 13 plus 17 30 plus 10 40. 40x will be equal to 300 എന്ന് കിട്ടി. That is x will be equal to 300/40. That is കട്ട് ചെയ്യാം 15/2. എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 15/2 എന്ന് വന്നു. ഇനി നമുക്ക് ഓരോ മാർക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പേപ്പറിന് എത്ര മാർക്ക് വരും? 6 into 15/2 എത്രയാണ്? 15 into 3 45 മാർക്ക് അല്ലെ? 50% മാർക്ക് ഉണ്ടോ? ഇല്ല അല്ലെ? അതായത് ഒരു പേപ്പറിന് 100, അപ്പൊ 50% മാർക്ക് എന്ന് പറഞ്ഞാൽ 50 മാർക്ക്. 50 മാർക്കിൽ കൂടുതലാണോ കുറവാണോ നോക്കിയാൽ മതി. ഓക്കെ, 50 മാർക്കിൽ കൂടുതലുള്ള എത്ര പേപ്പർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് എങ്ങനെയാ? 7 into 15/2. ഓക്കെ, അതെന്ത് വരും? 35 105/2. ദാറ്റ് ഈസ് 52 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പൊ അതൊരെണ്ണം ഉണ്ട്. രണ്ടാമത്തേത് എന്താ? 50% കൂടുതലാണ്. സോ അടുത്തത് 8 into 15/2. 4
60 അല്ലെ, അതും 50ക്ക് കൂടുതലാണ്, 50% കൂടുതലാണ് 2. ദെൻ 9 ഇൻറ്റു 8 ഇൻറ്റു ചെയ്തപ്പം എന്തായാലും കൂടുതലാണ്. അപ്പൊ പിന്നെ 9 ഇൻറ്റു ഒക്കെ ചെയ്താൽ എന്തായാലും അല്ലെ, നമ്മളത് ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ 7 നോക്കിയപ്പോൾ അത് 50ക്ക് കൂടുതലാണ്. സോ 8 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ അതും കൂടുതലാണ്. അടുത്ത 9ഉം അതും കൂടുതലായിരിക്കും, 10 ചെയ്താൽ അതും കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്താ, ഈ 4 സബ്ജക്ട്സിന് അല്ലെ, 4 സബ്ജക്ട്സിന് 50% അബവ് ആണ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ 4. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീസണിങ്ങിലുള്ള ക്വസ്റ്റ്യൻ ആണ്. If 125 is coded as VYZ and 487 is coded as TSW, then the code for 369 അല്ലെ. ലെറ്റേഴ്സും നമ്പേഴ്സും കൂടെ കോഡ് ചെയ്തേക്കുക. അതായത് ലെറ്റേഴ്സിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോഡിങ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ A തൊട്ട് Z വരെയുള്ള ലെറ്റേഴ്സ് എഴുതുക. അതേപോലെ തന്നെ എന്താണ്, അതിന്റെ നമ്പേഴ്സും കൂടെ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ A തൊട്ട് Z വരെയുള്ള എഴുതുക, അതിന്റെ നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ എയിൽ നിന്ന് തുടങ്ങും, 1 2 3 എന്ന് തുടങ്ങും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ VYZ ഒക്കെ അവസാനത്തതാ. ആ അവസാനത്തെ നമ്പേഴ്സിനൊക്കെ നമുക്കറിയാം 25 24 ആ ഒരു റേഞ്ചിൽ 26 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു നമ്പറിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നേക്കുന്ന കോഡിങ് എത്ര? 1 2 5 എന്നാ. അതിന്റെ അർത്ഥം എന്താ? അവർ റിവേഴ്സ് ആയിട്ട് ആ നമ്പർ ഇട്ടേക്കുന്ന അർത്ഥം. അതായത് ഇസഡിൽ 1 എന്ന് തുടങ്ങിയായിട്ടാണ് അവർ നമ്പർ ഇട്ടേക്കുന്നത്. അപ്പൊ രണ്ടും നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നതെന്ന് അറിയോ? VYZ, അതായത് ഇവിടെ 125 എന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഇസഡിന്റെ നമ്പർ ആണ് എന്ത്? 1. അപ്പൊ അതാണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വിയുടെ നമ്പറാണ് 5. കണ്ടോ, നടുക്ക് നിൽക്കുന്നതിന്റെ അതേ തന്നെ വൈയുടേത് 2. അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അടുത്തത് വേണമെങ്കിൽ നമുക്ക് നോക്കാം, TSW അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കോഡ് ചെയ്യാം. 369. ഓക്കെ, അപ്പൊ 3 ഇവിടെ, 9 ഇവിടെ, 6 ഇവിടെ അല്ലെ. അപ്പൊ 3യുടെ ഏതാണ്? 3 വന്നേക്കുന്നത് X, 9 വന്നേക്കുന്നത് R, ഇനി 6 വന്നേക്കുന്ന ഏതാണ്? U. സോ ഏതാണ്? RUX അല്ലെ. ഓപ്ഷൻ 2 RUX എന്നാണ് ഇത് കോഡ് ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ഈ കോഡിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇതിപ്പം ലെറ്റേഴ്സ് വെച്ച് തന്നെ കോഡ് ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്ക് ഇത് A തൊട്ട് Z വരെ ഇതേപോലെ എഴുതിയെടുക്കാം. ഇപ്പൊ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കോഡ് ചെയ്യുന്നത്. ബിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ +3 3 ആഡ് ചെയ്തിട്ടുള്ള ലെറ്റർ കൊടുക്കും, അല്ലെങ്കിൽ +2, അല്ലെങ്കിൽ -2, +3 അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും. അതേപോലെ എന്തെങ്കിലും നമ്പർ കോഡിംഗ് ആണ് ചെയ്തെങ്കിൽ നമ്മൾ നമ്പേഴ്സ് എഴുതുക. മിക്കപ്പോഴും 1 തൊട്ട് നേരെ ആയിരിക്കും എഴുതുന്നത്, അതേപോലെ തന്നെ തിരിച്ചു എഴുതുന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ ഇന്നെടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ജൂണിലേക്കുള്ള പഠനം നിങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്കർ അതിന് വേണ്ടിയിട്ടുള്ള ജൂൺ 2025 നെറ്റ് ആൻഡ് JRF വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വിക്ടറി ബാച്ച്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുൾ സിലബസ് അനുസരിച്ചിട്ടാണ് അതിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റ്, അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ജനറൽ പേപ്പർ ഉണ്ട്, അതേപോലെ തന്നെ എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാനേജ്മെന്റ്, CSIR, ഫിസിക്സ്, ഇതിനുള്ള ഈ പേപ്പേഴ്സിന്റെ എല്ലാം നമ്മൾ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.